ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് മസൂമാണ്. കാർബൺ ബ്ലൂ ഗ്ലോബൽ എന്ന കമ്പനിയിൽ 5+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആണ് മസൂമിനുള്ളത്. ക്വാണ്ടിറ്റി സർവേയിങ് ഫീൽഡിലേക്ക് വരാൻ താല്പര്യമുള്ളവർക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹലോ മസൂം. ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ, നമ്മുടെ ക്വാണ്ടിറ്റി സർവേയേഴ്സ് യൂഷ്വൽ ആയിട്ട് ഒരു പ്രൈവറ്റ് കമ്പനി അല്ലെങ്കിൽ കൺസൾട്ടിംഗ് കമ്പനി അവിടെയൊക്കെയാണ് വർക്ക് ചെയ്ത് കാണാറ്. അതല്ലാതെ വേറെ എവിടെയൊക്കെയാണ് ഒരു ക്വാണ്ടിറ്റി സർവേയേഴ്സിന്റെ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുവരാറ്? ഒരു ജനറൽ കോൺട്രാക്ടിംഗ് ഫേം അല്ലെങ്കിൽ ഒരു കൺസൾട്ടിംഗ് ഫേം അല്ലാണ്ട് ഒരു QS ഇൻഡിവിജ്വൽസിന് കണ്ടമാനം വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വേറെ സെക്ടേഴ്സിൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പൊ അതിലൊന്നാണ് ഇപ്പോൾ നമ്മുടെ ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ. അപ്പൊ അതിൽ നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പബ്ലിക് വർക്ക്സ് ഉണ്ട്, അതിലാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹൗസിംഗ് ഉണ്ട്, ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അപ്പൊ ഇതിലൊക്കെ നമുക്ക് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്ട്സിൽ നമുക്ക് ഇൻവോൾവ് ആവാം, പബ്ലിക് ബിൽഡിംഗിലേക്ക് നമുക്ക് ഇൻവോൾവ് ആവാം, പബ്ലിക് ഹൗസിംഗ് പ്രോജക്ട്സ്, ട്രാൻസ്പോർട്ടേഷൻ പ്രോജക്ട്സിലൊക്കെ നമുക്ക് ഇൻവോൾവ് ആവും. QS ഇൻഡിവിജ്വൽസിന് ഈ ഒരു പബ്ലിക് സെക്ടറിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് ആൻഡ് പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ഫേംസ് ആണ്. അപ്പോൾ ഇവരും ഇവരുടെ ഭാഗത്ത് നിന്ന് ഇവർ പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ ഒരു പ്രൊജക്ടിന്റെ ഇനിഷ്യൽ ഫേസ് ടു ദ കംപ്ലീഷൻ മുതൽ ഉള്ള കോസ്റ്റ് മാനേജ് ചെയ്യലും അതിന്റെ ഫീസിബിലിറ്റി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഡിറ്റർമിൻ ചെയ്യണതിന് ഒരു QS ഇൻഡിവിജ്വലിന് ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ റോൾ ഉണ്ട്. അപ്പോൾ ഇവർ അണ്ടർടേക്ക് ചെയ്യുന്ന ഡെവലപ്മെന്റ്സ് വിത്തിൻ ബഡ്ജറ്റ് ആണ്, ഫൈനാൻഷ്യലി വയബിൾ ആണെന്നുള്ളതൊക്കെ നോക്കുന്നത് ഒരു QS ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ് ഈ ഒരു ഫേമിൽ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഓയിൽ, ഗ്യാസ് ആൻഡ് എനർജി സെക്ടറാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിലും QS ഇൻഡിവിജ്വൽസിന് കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അത് ഓയിൽ ആൻഡ് ഗ്യാസ് ഫേംസ് തന്നെയാവാം, റിന്യൂവബിൾ എനർജി ഫേംസ് ആവാം, യൂട്ടിലിറ്റി മാനേജ്മെന്റ് ഫേംസ് ആവാം. അപ്പോൾ ഇതില് ഇവർ അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോജക്ട്സ് പൈപ്പ് ലൈൻസ് ആവാം, വിൻഡ് മിൽസ് ആവാം, റിഫൈനറീസ് ആവാം, പവർ സ്റ്റേഷൻസ് ആവാം. അപ്പോൾ ഈ പ്രോജക്ട്സിന്റെ ഒക്കെ വൺസ് അഗൈൻ കോസ്റ്റ് പ്ലാനിങ്ങും കൺട്രോളിനൊക്കെ റെസ്പോൺസിബിൾ QS ഇൻഡിവിജ്വൽസ് ആണ്. അപ്പോൾ അവർക്ക് ആ ഒരു ലൈനിൽ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. പിന്നുള്ളത് ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഏജൻസീസ് ആണ്. അപ്പോൾ UN പോലത്തെ ഓർഗനൈസേഷൻസ്, UN, വേൾഡ് ബാങ്ക്, യുനെസ്കോ. അപ്പോൾ ഈ ഓർഗനൈസേഷൻസ് ഡെവലപ്പിംഗ് രാജ്യങ്ങളിൽ ഇവർ പ്രോജക്ട്സ് അണ്ടർടേക്ക് ചെയ്യാറുണ്ട്, വെൽഫെയർ പ്രോജക്ട്സ്. അപ്പൊ ഈ പ്രോജക്ട്സിന്റെ കൺസ്ട്രക്ഷൻ നമ്മൾ കൺസ്ട്രക്ഷൻ അണ്ടർടേക്ക് ചെയ്യുമ്പോൾ അതിന്റെ എഫിഷ്യൻസി നമ്മൾ എവാലുവേറ്റ് ചെയ്യുക, അത് വർക്ക് പ്രോപ്പർലി നടക്കുന്നുണ്ടോ, അപ്പൊ അവർ അതിന് അലക്കേറ്റ് ചെയ്ത കോസ്റ്റുകൾ അനുസരിച്ചാണ് വർക്കുകൾ നടക്കുന്നത്. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിസോൾവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതൊക്കെ ഒരു QS ഇൻഡിവിജ്വൽ റെസ്പോൺസിബിലിറ്റിയാണ് വൺസ് അഗൈൻ ഇങ്ങനത്തെ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ. പിന്നെ ഫൈനലി ഉള്ളത് ഹെൽത്ത് കെയർ സെക്ടറിലാണ്. വൺസ് അഗൈൻ ഹെൽത്ത് കെയർ സെക്ടറിലുള്ള ഫേംസും ഇതേപോലെ അവരും പ്രോജക്ട്സ് അണ്ടർടേക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അവരുടെ പ്രോജക്ട്സിനും വൺസ് അഗൈൻ അതിന്റെ ഡെവലപ്മെന്റിന്റെ കോസ്റ്റ് അനാലിസിസ് കാര്യങ്ങൾ, ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് കാര്യങ്ങൾ, അതല്ലാണ്ട് അതിന്റെ മെയിൻ്റനൻസിന്റെ വൺസ് അഗൈൻ അനാലിസിസ് കാര്യങ്ങളും, പിന്നെ വൺസ് അഗൈൻ അവർ അണ്ടർടേക്ക് ചെയ്യുന്ന പ്രോജക്ട്സ് വൺസ് അഗൈൻ ഇഫ് ഇറ്റ്സ് കംപ്ലീറ്റഡ് വിത്തിൻ ബഡ്ജറ്റ് ആണോ, അവർ ഹെൽത്ത് കെയർ സ്റ്റാൻഡേർഡ്സ് വൺസ് അഗൈൻ നമ്മൾ പ്രോപ്പർലി അഡീർ ചെയ്തിട്ടോ എന്നുള്ളതൊക്കെ മേക്ക് ഷുവർ ചെയ്യണത് ഒരു QS ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ നമ്മുടെ ഒരു റേഞ്ച് ഓഫ് ഇൻകത്തിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ഇന്ത്യയിലെ ഒരു ബോട്ടം 25% ഓഫ് ക്വാണ്ടിറ്റി സർവേയേഴ്സ് എന്തായിരിക്കും അവരുടെ ഒരു റേഞ്ച് ഓഫ് ഇൻകം എന്ന് പറയുന്നത്? ബോട്ടം 25% എന്ന് പറയുമ്പോൾ ജനറലി ഒരു ഫ്രഷർ ടു അബൌട്ട് 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ നമുക്ക് ആ ഒരു കാറ്റഗറിയിൽ പെടുത്താൻ പറ്റും. ബട്ട് വൺസ് അഗൈൻ അതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ നമുക്ക് പറയാൻ പറ്റും. കാരണം മേ ബി 2 or 3 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്ക് പോലും അയാൾ വർക്ക് ചെയ്ത ക്വാളിറ്റി ഓഫ് പ്രോജക്ട്സ് നല്ലതാണ്, അയാൾ വർക്ക് ചെയ്ത അയാൾക്ക് കിട്ടിയ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ വളരെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ മൂപ്പരെ ആ ഒരു 25% നമുക്ക് ബോട്ടം 25% നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ജനറലി സ്പീക്കിംഗ് ആണ് 0 to 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും ബോട്ടം 25% പെടുക. അവർക്ക് ജനറലി ഐ വുഡ് സേ ഒരു 1.5 lakhs to 3 lakhs കോസ്റ്റ് ടു കമ്പനി പെർ ആനം വരും. ഓക്കെ, നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് ബോട്ടം 25-നെ പറ്റിയിട്ടാണ്. അപ്പൊ അതേപോലെ ടോപ്പ് 25-ലേക്ക് വരുമ്പോൾ അവരുടെ സാലറി റേഞ്ച് എന്തായിരിക്കും? ടോപ്പ് 25% എന്ന് പറയുമ്പോൾ വൺസ് അഗൈൻ ബ്രോഡ്ലി സ്പീക്കിംഗ് അതിപ്പോ ഒരു 10+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ആയിരിക്കും, QS ഇൻഡിവിജ്വൽ ആയിരിക്കും ടോപ്പ് 25% വരാന്ന് പറയാം. ബട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ കണ്ടമാനം ഫാക്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മേ ബി 7 years ഓഫ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ 5 years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു ഇൻഡിവിജ്വൽ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക. അയാളൊരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊജക്ട് ആണ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവുക. അയാൾ അതിന്റെ താഴെ ആരെങ്കിലും മാനേജ് ചെയ്തിട്ടുണ്ടോ, അയാൾക്ക് എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് ആണ് പ്രൊജക്റ്റിൽ ഉണ്ടായിരുന്നത് അതനുസരിച്ച് ഈ പേ സ്കെയിൽ വളരെയധികം വേരി ചെയ്യും. ബട്ട് ലൈക്ക് ഐ സെഡ് ജനറലി 10+ years ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു സീനിയർ റോളിലുള്ള ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ QS ലീഡായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വലിന് 10 to 20 lakhs per annum or even more depending on the factors that I mentioned earlier. അതിനനുസരിച്ച് 10 to 20 lakhs cost to company per annum വരും or even higher like I said.
ഓക്കെ. ഒരു ക്വാണ്ടിറ്റി സർവേയറെ സംബന്ധിച്ചിടത്തോളം അവരുടെ വാട്ട് ആർ ദി സം ലെസ് കൺവെൻഷണൽ കരിയർ പാത്സ്? അപ്പോൾ ഒരു QS ഇൻഡിവിജ്വലിന് ഒരു ജനറൽ ക്വാണ്ടിറ്റി സർവേയർ റോൾ അല്ലെങ്കിൽ ഒരു എസ്റ്റിമേറ്റർ റോൾ അല്ലാണ്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതിലൊന്നാണ് സസ്റ്റൈനബിലിറ്റി കൺസൾട്ടിങ്. ഇപ്പൊ നമ്മൾ ജനറൽ ഒരു QS ആക്ടിവിറ്റീസിൽ പെടുന്നത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്രാക്ടീസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ നോക്കും. എങ്ങനെ നമുക്ക് കോസ്റ്റ് സേവ് ചെയ്യാൻ പറ്റും, ഇങ്ങനത്തെ പ്രാക്ടീസസ് അഡോപ്റ്റ് ചെയ്താൽ എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ നോക്കാറുണ്ട്. അത് വൺസ് അഗൈൻ നമുക്കൊരു 1 സ്റ്റെപ്പ് ഫെർദർ നമുക്ക് പോകും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇൻ ഡീറ്റെയിൽ നമുക്ക് പഠിക്കാം. അതിന്റെ പ്രാക്ടീസസ്, അതിന്റെ കോഡ്സ്, അതിന്റെ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പിന്നെ അതിന്റെ ഒരു അഡ്വൈസർ ആവുന്നത്. ഇപ്പോൾ ലെറ്റ്സ് വേറെ കൺസൾട്ടിങ് ഫേംസിനോ കോൺട്രാക്ടിങ് ഫേംസിനോ നമുക്ക് അഡ്വൈസ് ചെയ്ത് തുടങ്ങാം. എങ്ങനെയാണ് ഈ ഗ്രീൻ ബിൽഡിംഗ് പ്രാക്ടീസസ് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത്, അതിലൂടെ എങ്ങനെ നമുക്ക് കോസ്റ്റ് സേവിങ്സ് വരുത്താം. ഇതൊക്കെ ഈ ലെറ്റ്സ് അഡ്വൈസ് ചെയ്യണ ഒരു ഇൻഡിവിജ്വൽ ആവാം. നമുക്ക് ഒരു QS ഇൻഡിവിജ്വലിന് ബ്രാഞ്ച് ഔട്ട് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ് അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക്. പിന്നെ ഉള്ളത് ഡിസ്പ്യൂട്ട് റെസൊല്യൂഷനും ആർബിട്രേഷൻ ചെയ്യുന്ന ഫേമുകളാണ്. വൺസ് അഗൈൻ നമ്മൾ നമ്മുടെ ഡേ ടു ഡേ QS ആക്ടിവിറ്റീസിൽ ഇൻക്ലൂഡഡ് ആണ്. ഇപ്പോൾ നമ്മൾ കോൺട്രാക്ച്വൽ ആയിട്ടുള്ള ഡിസ്പ്യൂട്ട്സ് നമുക്ക് ഉണ്ടാവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പ്രോജക്ടിന്റെ ഏതെങ്കിലും ടേംസിന് നമുക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിട്ട് നമ്മൾ അതിനെ നെഗോഷിയേറ്റ് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറെ സംഭവങ്ങൾ നമുക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതും വൺസ് അഗൈൻ നമ്മളൊരു സ്റ്റെപ്പ് ഫെർദർ നമ്മൾ പോവാണ്. നമ്മൾ ലീഗൽ ഫ്രെയിം വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുകയാണ്. ഇപ്പോൾ കോൺട്രാക്ട്സ് വായിക്കാനും നമ്മൾ റീഡിങ് ബിറ്റ്വീൻ ദ ലൈൻസ് എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ക്ലോസുകൾ എൻഫോഴ്സ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ക്ലയന്റിന് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ കോൺട്രാക്ട് ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ക്ലയന്റിനെ സപ്പോർട്ട് ചെയ്യാം. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഫെർദർ ആയിട്ട് നമുക്ക് പഠിക്കാം. അപ്പോൾ ഒരു QS ഇൻഡിവിജ്വലിന് ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് വൺസ് അഗൈൻ ഈ ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ ആൻഡ് ആർബിട്രേഷൻ ഫേംസിൽ. പിന്നെ ഉള്ളത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ഫേംസിനാണ്. ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണ കമ്പനികൾക്ക് വൺസ് അഗൈൻ എസ്റ്റിമേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ നല്ലോണം കോസ്റ്റ് അനാലിസിസും ഫീസിബിലിറ്റി സ്റ്റഡീസ് ഒക്കെ ചെയ്തിട്ട് പരിചയം ഉണ്ടാവും. അപ്പോൾ ഇപ്പൊ ചില പ്രോപ്പർട്ടീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അപ്പൊ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത്, ഇപ്പൊ നമ്മൾ അതിന്റെ കൺസ്ട്രക്ഷൻ കോസ്റ്റ്, നമ്മൾ മെയിൻ്റെനൻസ് ചെയ്യുമ്പോൾ എത്ര കോസ്റ്റുകൾ വരുന്നുണ്ട്, അത് കമ്പയർ ടു നമ്മളെ റിട്ടേൺസ് എങ്ങനെയാണ്, നമ്മളിപ്പോ നമുക്ക് ലീസ് ചെയ്യുമ്പോൾ എത്ര റവന്യൂ നമുക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരു കോസ്റ്റ് അനാലിസിസ് ചെയ്തിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഫീസിബിൾ ആണോ എന്ന് മനസ്സിലാക്കുന്നതും ഒരു QS ഇൻഡിവിജ്വലിന് ചെയ്യാൻ പറ്റുന്ന റോളാണ്. സ്റ്റഡി ഇനഫ് ആ ലൈനിലേക്ക് പോവുകയാണെങ്കിൽ. സിമിലർലി ഈ ഒരു സെയിം റോൾ തന്നെ നമുക്ക് ഒരു ഫെസിലിറ്റി മാനേജ്മെന്റ് ഫേമിലും അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ഫെസിലിറ്റി മാനേജ്മെന്റ് ഫേംസ് ഒരു സർട്ടൻ ലാർജ് സ്കെയിൽ ബിൽഡിംഗ് കോംപ്ലക്സോ ഒരു എസ്റ്റേറ്റോ അവർ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഓപ്പറേഷണൽ കോസ്റ്റ് എങ്ങനെയാണ്, അവർ എല്ലാ എലമെന്റും ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് എങ്ങനെയാണ് അവർ ഓപ്പറേഷണൽ കോസ്റ്റ് വരുന്നത്, പിന്നെ ഈ ഓപ്പറേഷൻ കോസ്റ്റിന് എഗൻസ്റ്റ് ആയിട്ട് നമുക്ക് എങ്ങനെയാണ് നമുക്ക് റവന്യൂ വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലയന്റ് നമുക്ക് എത്ര എമൗണ്ട് ആണ് തരുന്നത്, ദാറ്റ് കമ്പയർ ടു നമുക്ക് വരുന്ന കോസ്റ്റ് എങ്ങനെയാണ്, അതൊക്കെ അനലൈസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമുക്ക് ഫ്യൂച്ചറിലെ ഫോർകാസ്റ്റ് ഉണ്ടാക്കാനും ഒക്കെ പറ്റും. അപ്പൊ അതും ജസ്റ്റ് ലൈക്ക് ഐ സെഡ് ബിഫോർ ഈ ഒരു എസ്റ്റിമേറ്റർക്ക് ബ്രാഞ്ച് ഔട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. വൺസ് അഗൈൻ വേറെ ഒരു ലൈൻ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ പ്രൊജക്ട് ഫൈനാൻസിങ് ഫേമുകളാണ്. ഇപ്പോൾ പ്രൊജക്ട്സിന് പൈസ കൊടുക്കുന്ന, പ്രൊജക്ട്സ് അണ്ടർടേക്ക് ചെയ്യാൻ ഫൈനാൻസ് ചെയ്യണ ചില ഫേമുകളുണ്ട്. അപ്പൊ അവർക്കും അവര് ചെയ്യണ ഇൻവെസ്റ്റ്മെന്റിന് അവർക്ക് എങ്ങനെയാണ് റിട്ടേൺസ് വരാൻ പോകുന്നത്, ആ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നത് ഒരു എസ്റ്റിമേറ്റർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെയും ഉണ്ട് ഫീൽഡ്സ്. ഇപ്പൊ ടീച്ചിങ്ങിലാണെങ്കിൽ നമുക്ക് ടീച്ചിങ്ങിന് നാച്ചുറൽ ആയിട്ടൊരു ടാലന്റ് ഉണ്ട്, പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. QSൽ നമുക്ക് അത്യാവശ്യം എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ടീച്ചിങ് ഫീൽഡിലേക്ക് വരണം. നമുക്ക് വേണമെങ്കിൽ ബുക്സ് പബ്ലിഷ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ജനറൽ കോഴ്സസ് ഓഫർ ചെയ്യാം, ആ കോഴ്സസിൽ നമുക്ക് പഠിപ്പിക്കാം. അപ്പൊ അങ്ങനത്തെ റോൾ ഉള്ളതാണ്. പിന്നെ നമുക്ക് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ബാക്ക്ഗ്രൗണ്ട്സ് ഉണ്ടെങ്കിലും ഒരു മേജർ ബോണസ് ആണ്. ഇപ്പൊ നമ്മൾ കോസ്റ്റെക്സ്, ക്യാൻഡി, പ്ലാൻ സ്വിഫ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യണവരാണ്. അപ്പോൾ ഈ സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ എന്തെങ്കിലും മിസ്സിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഹോൾസ് ഉണ്ട്, നമുക്ക് പുതിയ ഫീച്ചേഴ്സ് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമുക്കൊരു സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ, കോഡ് ചെയ്തിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഫേമുകളും ജോയിൻ ചെയ്യാൻ പറ്റും, നമുക്ക് ഈ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ ഫൈനലി ഉള്ളത് റിസ്ക് അനാലിസിസും ഇൻഷുറൻസ് ഫേംസിനാണ്. അപ്പൊ ഈ റിസ്ക് അനാലിസിസ് ഫേംസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ ഡേ ടു ഡേ QSൽ നമ്മൾ കണ്ടമാനം റിസ്ക്സ് അനലൈസ് ചെയ്യാറുണ്ട്. അതിനനുസരിച്ച് നമ്മൾ ഇപ്പോൾ സർട്ടൻ റിസ്ക്സ് കോസ്റ്റിന്റെ ഓവർ റൺ ചെയ്യാനുള്ള സാധ്യത ഉണ്ട്, പ്രൊജക്ട് ടൈം ലൈൻ അനുസരിച്ച് വർക്ക്ഔട്ട് ആവാതെ പോകാനുള്ള സാധ്യത ഉണ്ട് എന്നൊക്കെ നമ്മളനുസരിച്ച് നമ്മൾ കുറെ മിറ്റിഗേറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ എടുക്കാറുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 1 സ്റ്റെപ്പ് ഫെർദർ നമുക്ക് പോകാം. അപ്പൊ നമ്മളൊരു ഇൻഷുറൻസ് ഫേമിൽ വർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ നമ്മളൊരു പ്രീമിയം നമ്മൾ കൊടുക്കണമെങ്കിൽ എന്തൊക്കെ റിസ്ക്സ് ആണ് നമ്മൾ വരുന്നത്, ആ റിസ്കിന്റെ പ്രോബബിലിറ്റി എങ്ങനെയാണ്, ആ റിസ്കിന്റെ കോസ്റ്റ് ഇംപ്ലിക്കേഷൻ എങ്ങനെയാണ്, അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഒരു പ്രീമിയം നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ലെറ്റ്സ് സേ ഇഫ് സമ്മൺ കംസ് ടു ക്ലെയിം, ആരും ക്ലെയിം ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ക്ലെയിമിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യലും എങ്ങനെയാണ് അത് നമ്മൾ ആക്ഷൻ എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് ആ ഒരു റോളിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് എടുക്കാൻ പറ്റും ഇങ്ങനത്തെ ഫേമുകൾ. അപ്പൊ ഈ ഓപ്പർച്യൂണിറ്റീസ് ഇതേപോലെ കണ്ടമാനം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് QS ഇൻഡിവിജ്വൽസിന്. ഒരു ട്രഡീഷണൽ ക്വാണ്ടിറ്റി സർവേയർ അല്ലെങ്കിൽ എസ്റ്റിമേറ്റർ റോൾ അല്ലെങ്കിൽ കോസ്റ്റ് കൺട്രോൾ എഞ്ചിനീയർ റോൾ അല്ലാണ്ട്